ഗൈസ്, അപ്പം ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഒരു ലഞ്ചിന് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിലിമിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലുക്കാണ് പോയത്. അപ്പോൾ ലുലുക്ക് പോണതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് ഡിന്നർ എൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊരു പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാൻ സെറ്റാക്കിയത്. അപ്പം ഞാനും അച്ഛനമ്മയും ഗൗതവും അച്ഛനും കൂടിയാണ് പോണത്. അച്ഛനും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലുലുമാളെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു നമ്മൾ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഫിലിമിന് കയറാമെന്നായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇത്ര നേരത്തെ ഇറങ്ങാൻ കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ലുലുവിൻ്റെ അവിടെ എത്തിയപ്പോൾ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കാണ്. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ലുലുമാളിൽ ആർക്കും വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ട. അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനിടയിൽ ഞാനിവിടെ ബിസ്കോഫ് വന്നത് കണ്ടത്. അപ്പം ഞാൻ എന്തായാലും ബിസ്കോഫ് മേടിക്കുക, കേക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ലോട്ടസ് ബിസ്കോഫും. അതിൻ്റെ കേക്കും ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് വീട്ടിൽ പരീക്ഷിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് മേടിച്ചത് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു. അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു മിനിമൽ പർച്ചേസാണ്. നോർമൽ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ചധികം സാധനങ്ങളെല്ലാം മേടിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ഹൈപ്പറിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞത് ഇന്നായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടികളും ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ലാഗാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഗൗതമും അതെല്ലാം അപ്പം തന്നെ കാറിൽ കൊണ്ടുവച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മളിതും പിടിച്ച് നടക്കണ്ടേന്ന് വിചാരിച്ച് എല്ലാം അപ്പം തന്നെ കൊണ്ട് കാറിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ലുലുവിൻ്റെ ഫുഡ് കോർട്ടിൽ തന്നെ പോയത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവർ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് കിട്ടാൻ കുറച്ച് ടൈം എടുത്ത്. അമ്മയ്ക്കും അച്ഛനും പെട്ടെന്ന് കിട്ടി, കാരണം അവരാണ് ആദ്യം ഓർഡർ കൊടുത്തത്. ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച ശേഷമാണ് ഓർഡർ കൊടുക്കാൻ നിന്നത്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ലുലുവിൽ. നോർമലി ലുലുവിൽ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ നമ്മൾ സീറ്റ് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സീറ്റ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കഴിച്ചു പോയിട്ട് അവിടെ ഇരിക്കാനൊക്കെ പറ്റാറുണ്ട്. ഇത് നമുക്ക് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫുഡിനും നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അവസാനം നമുക്ക് ഫുഡ് കിട്ടി. കാരണം ഒരു 10-20 മിനിറ്റെങ്കിലും, 20 മിനിറ്റ് പോരാ, അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ബിരിയാണിയാണ് മേടിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് എനിക്ക് മുട്ടയുള്ള ബിരിയാണി കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പം ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയും ഗൗതം അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2:15 ഫിലിം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 10 മിനിറ്റ് ടൈം ആകെ കിട്ടിയുള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ വേഗം ഹർബറായിട്ട് കഴിച്ചിട്ട് വേഗം ഫിലിം കാണാൻ കയറി. ഞങ്ങൾ വൃഷഭ കാണാനാണ് വന്നത്. അച്ഛനൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് ഡൈ ഹാർഡ് ഫാനാണ്. അപ്പം നമ്മൾ ഒരു ഫിലിമും മിസ്സാക്കാറില്ല. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ മാക്സിമം ആ ഇറങ്ങിയ വീക്കിൽ എന്തായാലും കാണാൻ നോക്കാറുണ്ട്. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളപ്പം തന്നെ ഒരു ചായ കുടിക്കാൻ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ എന്ന് പറയുന്നത് അത്രയും വീക്ക്നെസ്സാണ്. എനിക്കും ഗൗതത്തിനും ചായ എന്തായാലും കിട്ടണം. വൈകുന്നേരം ആയാലും മോർണിംഗ് ആയാലും ചായ എന്തായാലും വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും കിട്ടിയാൽ വീണ്ടും കുടിക്കും. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഭയങ്കര തിരക്കാണ്. നമ്മൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അവിടുത്തെ തിരക്കൊന്നും മാറുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോയത് പറവൂർ അമ്മമ്മയുടെ വീട്ടിലാണ്. കാരണം അമ്മയുടെ വീട്ടിൽ അപ്പോൾ അവിടെ അമ്മമ്മയും മാമനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ അമ്മമ്മയ്ക്ക് ഒരു ക്രിസ്മസ് ആയിട്ട് ഒരു കേക്കൊക്കെ കൊണ്ടുകൊടുത്ത് അമ്മമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അവിടെയാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ആ പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ പരിപാടിയെല്ലാം അവസാനിക്കും. വ്ളോഗുണ്ട് ആർക്കാണ് നാളെ നോക്കട്ടെ. എല്ലാരും ബ്ലോഗ് ചെയ്യട്ടെ. ഇവിടെ ചായ ഇല്ലേ? എന്താണ് ചെയ്യണത് നീ? സൈൻ ഔട്ട് ഉല്ലാസിന്റെ വിജയം ആഘോഷിക്കണല്ലോ. മക്കളെ come on boys. അവിടെ നിന്ന് എന്തായാലും വ്ളോഗിൽ കിട്ടും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഫുഡ് മൊത്തം അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു ഫുഡെല്ലാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് തന്നെ റിട്ടേൺ പോകും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.